എവരിവൺ. PSC പോലെയുള്ള മത്സര പരീക്ഷകളിലെ ഒരു സ്ഥിരം ടോപ്പിക്കായ ക്ലോക്ക് ആണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കോൺ അളവ് എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മിനിറ്റ് സൂചി ഉണ്ടാക്കുന്ന കോണളവ് എത്ര, അതുപോലെ മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന അവർ ഹാൻഡ് ഉണ്ടാക്കുന്ന കോണളവ്, മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ് ഉണ്ടാക്കാൻ മിനിറ്റ് സൂചി എത്ര സമയം എടുക്കും, ഇത്തരം 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നാം ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ൽ പ്രതിബിംബ സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്യുന്നതാണ്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ചില കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ക്ലോക്ക് എന്ന കൺസെപ്റ്റ്, ക്ലോക്ക് എന്ന ആശയം. ആ ക്ലോക്ക് എന്നത് ഒരു സർക്കിളുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. ഒരു സർക്കിൾ, ഒരു വൃത്തം അല്ലേ? ആ വൃത്താകൃതിയായ ഈ ക്ലോക്കിനെ നാം എത്ര കൃത്യമായ തുല്യമായ ഡിവിഷൻസ് ആയി ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. എത്ര 12 അവേഴ്സ് ആയതുകൊണ്ട് 12 പാർട്ടുകളായിട്ട് നമുക്ക് തുല്യ ഭാഗങ്ങളാക്കി ഇതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ? നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു, ഇത് ഓരോന്നും ഓരോ സെക്ടർ എന്നാണ് അറിയപ്പെടുക എന്നൊക്കെ. വൃത്തഭാഗത്തെ നമ്മൾ സെക്ടർ എന്നാണ് പറയുക. നിങ്ങൾക്ക് അത്രയൊന്നും ചിന്തിച്ചില്ലെങ്കിലും കൃത്യമായ 12 ഭാഗങ്ങളാക്കിക്കൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പാർട്ടുകളായിട്ട് ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് ഈ സർക്കിളിനെ, ഈ ക്ലോക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലോക്കിലെ മൊത്തം കോൺ അളവ് എത്രയാണ്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള മൊത്തം കോൺ അളവ് 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവ് എന്ന് പറയുന്നത്. അതായത് ഈ കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി ഇതിന്റെ ചുറ്റും 360 ഡിഗ്രി ഉണ്ടാകും. അപ്പോഴേ ഇത് 12 ഭാഗങ്ങളായിട്ടാണ്, തുല്യ ഭാഗങ്ങളാണ് തിരിക്കുന്നതെങ്കിൽ ഓരോ ഭാഗത്തെയും കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ആലോചിച്ച് നോക്കൂ. 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട വരും? 12 ഭാഗങ്ങളാണ് അല്ലേ? അതായത് 30 ഡിഗ്രി എന്ന് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഭാഗത്തിന്റെയും കോണളവ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ കേന്ദ്രത്തിലാണ്, ഈ ബിന്ദുവിലാണ്. ക്ലിയർ? ഈ ബിന്ദുവിൽ ഉണ്ടാകുന്ന ഓരോ ഭാഗവും 30 ഡിഗ്രി വീതമായിരിക്കും എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ബേസിക് ഐഡിയ. ക്ലിയർ? അതായത് ഒരു വൃത്തത്തെ നമുക്ക് കൃത്യമായ 12 തുല്യ ഭാഗങ്ങളായി തിരിക്കാമെന്നും ഓരോ ഭാഗത്തിനും അതിന്റെ കോൺ അളവ്, എങ്കിൾ മെഷേഴ്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രി 30 ഡിഗ്രി ആണ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് മക്കളെ, ഓരോന്നിന്റെ ഇടയിലും 30 ഡിഗ്രി വീതമുണ്ട്. അങ്ങനെ 12 30കൾ ചേർന്നാണ് ഈ 360 ഡിഗ്രി ഉണ്ടാകുന്നത്. ക്ലിയർ? ഇത് തുല്യ ഭാഗങ്ങളാണ്. നമ്മൾ വരച്ചപ്പോൾ ചില ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാകാം. എന്നാൽ ശരിയായ ഒരു ക്ലോക്കിൽ ഇത് തുല്യമായ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രി ആണ് എന്നതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. അതായത് ഒരു ക്ലോക്കിനെ തുല്യമായ 12 ഭാഗങ്ങൾ ആക്കാം, എന്നും ഓരോ ഭാഗത്തിന്റെയും കോണളവ് 30 ഡിഗ്രി വീതം ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ക്ലോക്കിൽ എത്ര സൂചികൾ ഉണ്ടായിരിക്കും? 3 എണ്ണം അല്ലേ? സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, അതുപോലെ മണിക്കൂർ സൂചി. പക്ഷേ സെക്കൻഡ് ഹാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് വേഗത്തിലോടുന്ന സൂചി, ഏറ്റവും വലിയ വേഗത്തിലോടുന്ന സൂചി സെക്കൻഡ് സൂചി. അതിനെക്കുറിച്ച് സാധാരണ നമ്മൾ ചോദിക്കാറില്ല. നമ്മളോട് ചോദിക്കുന്നത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഉണ്ടാക്കുന്ന കോണളവിനെ കുറിച്ചാണ്. അപ്പോൾ മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടാവും അല്ലേ? എന്തായിരിക്കും മിനിറ്റ് സൂചി? ഇപ്പോൾ ഉദാഹരണത്തിന് 12 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ മിനിറ്റ് സൂചി വലുത്, മണിക്കൂർ സൂചിയും ഇവിടെ തന്നെ നിൽക്കും, ഒരേ ലൈനിൽ നിൽക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ മണിക്കൂർ സൂചി ചെറുതും മിനിറ്റ് സൂചി വലുതുമാണ്. നമ്മൾ ആദ്യം മണിക്കൂർ സൂചിയെ കൺസിഡർ ചെയ്യുന്നില്ലായിരിക്കാം. മിനിറ്റ് സൂചി ഉണ്ടാക്കുന്ന കോണളവാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആദ്യമായി നമ്മൾ മിനിറ്റ് സൂചി ഉണ്ടാക്കുന്ന കോണളവിനെ പറ്റി നോക്കാം. അതായത് മിനിറ്റ് സൂചി 12ൽ നിന്ന് 1ലേക്ക് എത്താൻ എത്ര മിനിറ്റ് എടുക്കും?
മിനിറ്റ് എടുക്കും. 12ൽ നിന്ന് 1 വരെ എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ് അല്ലേ? ഓരോ ഭാഗവും സഞ്ചരിക്കാൻ 5 മിനിറ്റ് ആണ്. 12ൽ നിന്ന് 1ലേക്ക് മിനിറ്റ് സൂചി കടന്നാൽ നമ്മൾ പറയും 5 മിനിറ്റ് ആയി എന്ന് പറയും അല്ലേ? അങ്ങനെ ഇതിങ്ങനെ 12ൽ നിന്ന് ഒരു റൗണ്ട് ചുറ്റി വീണ്ടും തിരിച്ച് 12ൽ എത്താൻ എത്ര സമയമെടുക്കും? 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറാവും. മിനിറ്റ് സൂചി 12ൽ നിന്ന് ഈ 1, 2, 3, 4 അങ്ങനെ കറങ്ങി വന്ന് വീണ്ടും 12ലേക്ക് എത്തുമ്പോൾ 12 മണിക്ക് ഈ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഇതിൽ വരും. ഇനി ഇത് വീണ്ടും ഈ 12ലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ എത്ര മണിയായിട്ടുണ്ടാവും? 1 മണിയായിട്ടുണ്ടാവും അല്ലെ? അതായത് 1 മണിക്കൂർ കൊണ്ടാണ് ഇത് ചുറ്റുന്നത്. 1 മണിക്കൂർ കൊണ്ടാണ് മിനിറ്റ് സൂചി ഒരു റൗണ്ട് കറങ്ങിയെത്തുന്നത് അല്ലെ? 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 1 അവർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് മിനിറ്റ് സൂചി എത്ര കോണളവ് ഉണ്ടാക്കും? 1 മണിക്കൂർ കൊണ്ട് മിനിറ്റ് സൂചി ഈ കേന്ദ്രത്തിന് ചുറ്റും അല്ലെ, സെന്ററിന് ചുറ്റും റൗണ്ടായി ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ തിരിച്ച് ഇതിൽ തന്നെ എത്തും. അതായത് 360 ഡിഗ്രി. ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് 360 ഡിഗ്രി കറങ്ങും. കോണളവ് കേന്ദ്രത്തിൽ ഉണ്ടാക്കും അല്ലെ? കേന്ദ്രത്തിൽ എന്ന് എപ്പോഴും പറയണമെന്നില്ല. മിനിറ്റ് സൂചി ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ തന്നെയാണ്. ക്ലിയർ? വേറെ എവിടെയും അല്ല കോണളവ് ഉണ്ടാക്കുക. കോണളവ് ഇവിടെയാണ് ഉണ്ടാക്കുക. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ 1 മണിക്കൂർ കൊണ്ടാണ് ഇതിന് ചുറ്റും 360 ഡിഗ്രി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാക്കുക, എങ്കിൽ ഉണ്ടാക്കുക. എങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി കോണളവ് ഉണ്ടാക്കും മക്കളെ? 360 ഡിവൈഡഡ് ബൈ 60, അതായത് എത്ര ഡിഗ്രി? 6 ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാക്കുക. 1 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി, മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി ഉണ്ടാക്കും? 6 ഡിഗ്രി. എവിടെ ഉണ്ടാക്കും? ഈ സെന്ററിൽ ഏങ്കിൾ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്. ആദ്യ പോയിന്റ് എന്തായിരുന്നു? ഈ ക്ലോക്കിനെ 12 തുല്യ ഭാഗങ്ങളായി തിരിക്കാം അല്ലെ? ഈ 12 തുല്യ ഭാഗങ്ങളായി തിരിക്കാമെന്നും ഓരോ ഭാഗത്തിനും എത്ര ഡിഗ്രി വീതമായിരിക്കുമെന്നും 30 ഡിഗ്രി വീതം ആയിരിക്കും എന്നാണ് ആദ്യത്തെ പോയിന്റ്. 12 ഭാഗങ്ങളായി തിരിക്കാം. ഓരോ ഡിവിഷനും ഓരോ ഭാഗത്തിനും ഇതിൻ്റെ ഇടയിലുള്ള ഏങ്കിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി, 30 ഡിഗ്രിയാണ്. സെക്കൻഡ് ആയിട്ട് പറഞ്ഞ കോൺസെപ്റ്റ് മിനിറ്റ് ഹാൻഡിനെ കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. ആ മിനിറ്റ് ഹാൻഡ് 1 മണിക്കൂർ കൊണ്ടാണ് ഒരു റൗണ്ട് ചുറ്റുന്നത്. അതായത് 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി ഉണ്ടാക്കും. അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് 360 ബൈ 60 6 ഡിഗ്രി കോണളവാണ് ഉണ്ടാക്കുക. മനസ്സിലായല്ലോ? അതായത് 1 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി 6 ഡിഗ്രി പാസ് ചെയ്യും. ക്ലിയർ? 6 ഡിഗ്രി 1 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് 6 ഡിഗ്രി ഒരു കോൺ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് 5 മിനിറ്റ് കൊണ്ട് 6, 5, 30 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഒരു ഡിവിഷനിൽ 30 ഡിഗ്രി അല്ലേ? 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ ഇവിടെ എത്തും. ഒരു ഡിവിഷൻ പാസ് ചെയ്യാൻ 5 മിനിറ്റ് ആണ് എടുക്കുക. അതുകൊണ്ട് 6, 5, 30 ഡിഗ്രി കൃത്യമായി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ഉണ്ടാക്കും. ഇത് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് പല ക്വസ്റ്റ്യനിലും ആവശ്യം വരും. 1 മിനിറ്റ് കൊണ്ട് ഏത് മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രി ഏങ്കിൾ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഇതാണ് സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പോകുന്നത്. നമുക്കിനി ഇതിലെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 10 മിനിറ്റ് കൊണ്ട് മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന കോണളവ് എത്ര? 10 മിനിറ്റ് അതായത് ഈ 10 മിനിറ്റ് ആകുമ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മിനിറ്റ് സൂചിയുടെ പൊസിഷൻ ഉണ്ടാവുക. 2ലായിരിക്കും എത്തിയിട്ടുണ്ടാവും. ഈ കോണളവ് എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 2 തരത്തിൽ കണ്ടുപിടിക്കാം. 5 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി എന്ന് ഓർമ്മ. ഒരു ഡിവിഷനിൽ 30 ഡിഗ്രി എന്ന് ഓർമ്മയുണ്ടെങ്കിൽ 2 ഡിവിഷനിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. എങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കും? 10 ഗുണം 6, അതായത് എത്ര? 60 ഡിഗ്രി ഉണ്ടാക്കും. മനസ്സിലായില്ലേ? 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി.
എങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 10 ഗുണം 6 60 ഡിഗ്രി കോണളവ് ഉണ്ടാക്കും. മനസ്സിലായോ? അടുത്ത എന്റെ ചോദ്യം ഇതാണ്. നമ്മള് ഇവിടെ അടുത്ത ചോദ്യം ഇതാണ്. 35 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി ഉണ്ടാകുന്ന 35 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി ഉണ്ടാക്കുന്ന കോണളവ് എത്ര എന്നാണ്. 35 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 12-ലായിരുന്നു ആദ്യമെങ്കിൽ 12-ലാകണം എന്നില്ല. 12-ആയിരുന്നുവെങ്കിൽ അത് 35 മിനിറ്റിൽ എവിടെ എത്തിയിട്ടുണ്ടാവണം? 35 മിനിറ്റിൽ 7-ൽ എത്തിയിട്ടുണ്ടാവണം അല്ലേ? ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ കോണളവ് എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഈ ആദ്യത്തെ പൊസിഷനും അവസാനത്തെ പൊസിഷനും തമ്മിലുള്ള ഈ കോണളവ്, ഈ ഭാഗത്തെ കോണളവ് അല്ല എന്ന് ശ്രദ്ധിക്കുക. ഈ ഭാഗത്തെ കോണളവ് എത്ര എന്നാണ് ചോദ്യം. അതായത് 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രിയാണ്. 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രിയാണ് എങ്കിൽ 35 മിനിറ്റ് കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? 35 ഗുണം 6 എത്ര? 36 180 ആണ്. 5 6 30 ആണ്. അതായത് 210 ഡിഗ്രി. അതല്ലേ നമുക്ക് 180 ഡിഗ്രി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവുക അല്ലേ? അതായത് ഇത് 210 ഡിഗ്രിയാണ് ഈ കോണളവ് എന്നാണ്. അപ്പൊ നിങ്ങളെ എപ്പോഴും പിക്ചർ മനസ്സിൽ കണ്ടാൽ നമുക്ക് ഐഡിയ കിട്ടും. നമുക്കിത് 180 കൂടുതലായിരിക്കും എന്ന ഐഡിയ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ചിത്രം വരയ്ക്കാനൊന്നും സമയമില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാം. കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഓർത്തെടുത്ത് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് 55 മിനിറ്റ് കൊണ്ട് എത്ര കോണളവ് ഉണ്ടാക്കും എന്ന ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? 55 മിനിറ്റ് കൊണ്ട് 55 ഗുണം 1 മിനിറ്റ് കൊണ്ട്, മറക്കല്ലേ, 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി? 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി എങ്കിൽ 55 മിനിറ്റ് കൊണ്ട് 55 ഗുണം 6 5 30 3 6 5 33 330 ഡിഗ്രി. 55 മിനിറ്റ് കൊണ്ട് 330 ഡിഗ്രി. എളുപ്പത്തിൽ നമുക്ക് ഓർക്കാം. 60 മിനിറ്റ് കൊണ്ട് 360 ആണ്. ഒരു ഡിവിഷനാണ് കുറവ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ കുറവ്, 30 കുറവ്, അതായത് 330. അത് ഓർക്കാൻ പറ്റുന്നവര് ചെയ്താൽ മതി. അല്ലെങ്കിൽ 1 മിനിറ്റിൽ 6 ഡിഗ്രി, 1 മിനിറ്റിൽ 6 ഡിഗ്രി ഉറപ്പിക്കുക. 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് മിനിറ്റ് ഹാൻഡ് സഞ്ചരിക്കുക, പാസ് ചെയ്യുക, ഏങ്കിൾ ഉണ്ടാക്കുക. 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ഏങ്കിളാണ് ഉണ്ടാക്കുക എന്നൊരു ഐഡിയ മനസ്സിൽ ഓർക്കുക. മറ്റു തരത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. എക്സാമ്പിൾ 8:10 മുതൽ 8:55 വരെ ഈ സമയത്തിനുള്ളിൽ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന ഏങ്കിൾ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 8:10 മുതൽ 8:55 വരെ എത്ര മിനിറ്റ് ഉണ്ട്? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടണമെങ്കിൽ 8:55 നിന്ന് 8:10 കുറയ്ക്കുക. ഇതിപ്പോ സെയിം നമ്പർ ആയതുകൊണ്ട് വിഷമൊന്നുമില്ല. 45 മിനിറ്റ് ആണ് അല്ലേ? 55 10 കുറയ്ക്കുക, 45 മിനിറ്റ് അല്ലേ? 45 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏങ്കിൾ കാണാൻ പറഞ്ഞാൽ 45 × 6 അല്ലേ? 1 മിനിറ്റ് കൊണ്ട് 6 ആണെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് 45 ഗുണം 6 എത്ര? 270 ഡിഗ്രി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന ഏങ്കിൾ കാണുന്നതിന് 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രിയാണ് ഏങ്കിൾ ഉണ്ടാക്കുക എന്ന ഒരു ഐഡിയ മനസ്സിൽ ഉറപ്പിക്കുക. മറന്നു പോകരുത്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം. 1 മിനിറ്റ് കൊണ്ട് മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി സഞ്ചരിക്കും? 6 ഡിഗ്രി സഞ്ചരിക്കും എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അടുത്തത് നമുക്ക് മണിക്കൂർ സൂചിയെ കുറിച്ച് നോക്കാം. മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന ഏങ്കിളിനെ കുറിച്ച് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏതുണ്ടാവാൻ പാടില്ല? മിനിറ്റ് സൂചി അപ്പാടെ നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ ഇവിടെ ക്ലോക്കിൽ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ മണിക്കൂർ സൂചിയെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. മണിക്കൂർ സൂചി നമ്മൾ എങ്ങനെ ആമി മൊയ്ലിന്റെ കഥ പറഞ്ഞ പോലെയാണ് അല്ലേ? ആമ പതുക്കെയാണ് സഞ്ചരിക്കുക. അതുപോലെ മണിക്കൂർ സൂചി അവർ ഹെഡ് പതുക്കെ സഞ്ചരിക്കുള്ളൂ. മിനിറ്റ് ഹാൻഡ് സ്പീഡിൽ പോകും അല്ലേ? നമുക്ക് മണിക്കൂർ സൂചി 12-ലാണെങ്കിൽ അല്ലേ? മണിക്കൂർ സൂചി 12-ൽ നിന്ന് ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ഇത് കറങ്ങിയെത്താൻ എത്ര സമയമെടുക്കും? മണിക്കൂർ സൂചി 12-ൽ നിന്ന് വീണ്ടും തിരിച്ച് 12-ലേക്ക് എത്താൻ
എത്ര സമയം എടുക്കും? 12 മണിക്കൂറല്ലേ? 12ൽ നിന്ന് 1ലേക്ക് എത്താൻ 1 മണിക്കൂർ, 1ൽ നിന്ന് 2ലേക്ക് എത്താൻ മണിക്കൂർ സൂചിയാണ്, മിനിറ്റ് സൂചിയല്ല. മിനിറ്റ് സൂചിക്കാണെങ്കിൽ 12ൽ നിന്ന് 1ലേക്ക് എത്താൻ 5 മിനിറ്റ് മതി. എന്നാൽ മണിക്കൂർ സൂചി 12ൽ നിന്ന് 1ലേക്ക് എത്താൻ 1 മണിക്കൂർ എടുക്കും. 1ൽ നിന്ന് 2ലേക്ക് എത്താൻ വീണ്ടും 1 മണിക്കൂർ കഴിയും അല്ലേ? അങ്ങനെ 2ൽ നിന്ന് 3ലേക്ക് വീണ്ടും 1 മണിക്കൂർ, അങ്ങനെ 12ൽ നിന്ന് തിരിച്ച് വീണ്ടും 12ലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? 12 മണിക്കൂർ എടുക്കും. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 12 മണിക്കൂർ എടുക്കും അല്ലേ? ആ 12 മണിക്കൂർ കൊണ്ട് ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. 12 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി എങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ? 1 മണിക്കൂർ കൊണ്ട് 12 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി, 1 മണിക്കൂർ കൊണ്ട് 360 ഡിവൈഡഡ് ബൈ 12 അല്ലേ? എത്ര? 30 ഡിഗ്രി. ശരിയല്ലേ? 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രിയാണ്. 1 മണിക്കൂർ കൊണ്ട്, അതായത് 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി അല്ലേ? എങ്കിൽ ഒരു മിനിറ്റില് എത്ര ഡിഗ്രി സഞ്ചരിക്കും? മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 30 ഡിവൈഡഡ് ബൈ 60, അതായത് 1/2 ഡിഗ്രി, ഹാഫ് ഡിഗ്രി. നോക്കൂ, 30 ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ഈ ഒരു ഡിവിഷനാണ് പാസ് ചെയ്യുക. നമ്മൾ ഡിവിഷൻ വെച്ചാണ്, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ഒരു ഡിവിഷനിലെ 30 ഡിഗ്രിയാണ്. ഇവിടെയാണ് 1 മണിക്കൂർ കൊണ്ടുണ്ടാവുക. 1 മണിക്കൂറിൽ ഒരു ഡിവിഷനാണ് പാസ് ചെയ്യുക, അതായത് 30 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? അതായത് ഒരു റൗണ്ട് ചുറ്റാൻ 12 മണിക്കൂർ കൊണ്ട് 360, 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി പോകുള്ളൂ, പതുക്കെ പോകുള്ളൂ. 60 മിനിറ്റ് എടുക്കും ഒരു ഡിവിഷൻ കടന്നും കഴിയാൻ. ക്ലിയർ? ഒരു ഡിവിഷൻ കഴിയാൻ വേണ്ടി 60 മിനിറ്റ് എടുക്കും. അപ്പോഴേ 30 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റിൽ 1/2 ഡിഗ്രി മാത്രമേ മണിക്കൂർ സൂചി കടന്നു പോകുള്ളൂ അല്ലേ? 1 മിനിറ്റിൽ മണിക്കൂർ സൂചി അവർ ഹാൻഡ് 1/2 ഡിഗ്രി, ഹാഫ് ഡിഗ്രി മാത്രമേ കടന്നു പോകുള്ളൂ എന്ന് ആംഗിൾ ഉണ്ടാക്കൂ എന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, തിരിച്ച് മിനിറ്റ് സൂചിയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി മാത്രമേ സഞ്ചരിക്കൂ. തിരിഞ്ഞു പോകരുത്. അപ്പം നിങ്ങൾ മനസ്സിലോർക്കണം, എന്ത്? സ്പീഡിൽ ഓടുന്നത് മിനിറ്റ് സൂചിയാണ്, അതുകൊണ്ട് കൂടുതലുള്ളത് മിനിറ്റ് സൂചിക്കാണ്. 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി മിനിറ്റ് സൂചി, 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി മണിക്കൂർ സൂചി. കേട്ടോ? അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. നോക്കൂ, അവർ ഹാൻഡ് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവിന്റെ കുറച്ച് 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ് എത്ര എന്നാണ്. 2 മണിക്കൂറിൽ, 1 മണിക്കൂറിൽ എത്രയാണ്? 1 മണിക്കൂറിൽ എത്ര ഡിഗ്രി ഉണ്ടാക്കും? 1 മണിക്കൂറിൽ 30 ഡിഗ്രി. 1 മണിക്കൂറിൽ 30 ഡിഗ്രി അല്ലേ? 1 മണിക്കൂറിൽ 30 ഡിഗ്രി. 2 മണിക്കൂറിൽ 2 × 30, അതായത് എത്ര? 60 ഡിഗ്രി അല്ലേ? നിങ്ങൾക്ക് അതെ മിനിറ്റുകൾ മനസ്സിൽ ഓർമ്മയുള്ളൂ എങ്കിൽ 2 മണിക്കൂറിനെ നമ്മൾ മിനിറ്റ് ആക്കിയാൽ എങ്ങനെ പറയാം? ഇതാണ് വളരെ സിമ്പിൾ. 1 മണിക്കൂറിൽ 30 ഡിഗ്രി, 1 മിനിറ്റിൽ ഹാഫ് ഡിഗ്രി. ഈ 2 കാര്യങ്ങൾ ഓർത്താൽ മതി മണിക്കൂർ സൂചിയെ കുറിച്ച്. 1 മണിക്കൂറിൽ 30 ഡിഗ്രി, 1 മിനിറ്റിൽ ഹാഫ് ഡിഗ്രി. ഇനി ഇപ്പൊ മിനിറ്റിൽ മാത്രമേ ഓർക്കുന്നുള്ളൂ എങ്കിൽ 2 മണിക്കൂർ എന്ന് പറയുന്നത് 2 × 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ അല്ലേ? 120 മിനിറ്റിൽ 120 മിനിറ്റ് ആണെങ്കിൽ അതിന്റെ പകുതി, അതിനെ ഹാഫ്, 120ന്റെ ഹാഫ് 120 × 1/2, അതിന് 120ന്റെ പകുതി 60 ഡിഗ്രി. ഇനി 2 രീതിയിലും ഇത് ആൻസർ ചെയ്യാം അല്ലേ? മണിക്കൂറാണ് അറിയാമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി, 1 മിനിറ്റ് കൊണ്ട് ഹാഫ് ഡിഗ്രി. ഇത് രണ്ടും ഓർമ്മയുണ്ടായാൽ വളരെ നല്ലതായിരുന്നു. ഇത് 1 മണിക്കൂർ 2 മണിക്കൂറാണെങ്കിൽ നേരെ 2 × 30 60 ഡിഗ്രി. ഇനി അല്ല, നിങ്ങൾക്ക് മിനിറ്റ് വെച്ച് മാത്രമേ അറിയുള്ളൂ, ഓർമ്മ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മണിക്കൂർ എന്ത് ചെയ്യാം? മിനിറ്റ് ആക്കി മാറ്റുക. 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. 120 മിനിറ്റിന്റെ ഹാഫ് ഡിഗ്രിയാണ് 1 മിനിറ്റിൽ അല്ലേ? 120ന്റെ ഹാഫ് 60 ഡിഗ്രി. ഇനി ഇവിടെ നോക്കൂ, 1/2 മണിക്കൂറിൽ, 1 മണിക്കൂറിൽ ഈ 2 മെത്തേഡും ഒന്ന് നോക്കാം. 1 മണിക്കൂറിൽ 30 ഡിഗ്രി. 1 മണിക്കൂറോ 1 അവറിനാണെങ്കിൽ 30 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി ഉണ്ടാക്കുക. ഹാഫ് അവറിനാണെങ്കിൽ, ഹാഫ് അവർ ആണെങ്കിലോ ഹാഫ് അവറിന് എത്രയായിരിക്കും? ഇതിന്റെ പകുതി, 30യുടെ പകുതി
അതായത് 15 ഡിഗ്രി ഉണ്ടാക്കും അല്ലേ. ഇനി സെക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാഫ് അവർ എന്ന് പറയുന്നത്, അരമണിക്കൂർ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ് അല്ലേ. 30 മിനിറ്റ് അല്ലേ. അപ്പൊ 30 മിനിറ്റിൽ ഉണ്ടാക്കുന്നത് 30 മിനിറ്റ് 30 ഇൻറ്റു ഹാഫ്, 30യുടെ പകുതി, അതായത് 15 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇതില് 1 മിനിറ്റ് കൊണ്ട് ഹാഫ് ഡിഗ്രിയാണ്, 1 മിനിറ്റ് കൊണ്ട് ഹാഫ് ഡിഗ്രിയാണ്. ഇവിടെ 1.5 അവർ, 1.5 അവർ 1 അവറും ഹാഫ് അവറും ചേർന്നതാണ്. എങ്കിൽ 1 അവറിൽ 30 മിനിറ്റ് 30 ഡിഗ്രി, ഹാഫ് അവറിൽ അതിന്റെ പകുതി 15 ഡിഗ്രി, അതായത് 45 ഡിഗ്രി അല്ലേ. 1.5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് 1.5 എന്ന് പറയുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി, എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. എങ്കിൽ അരമണിക്കൂറോ? 1 മണിക്കൂർ 60, അരമണിക്കൂർ 30 മിനിറ്റ് അല്ലേ. അപ്പൊ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 1.5 അവർ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ് അല്ലേ. ശ്രദ്ധിച്ചിരിക്കുക, 1.5 അവർ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 1.5 മണിക്കൂർ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. അത്രയേ ഉള്ളൂ. എങ്കിൽ 1 മിനിറ്റിൽ അര ഡിഗ്രി, എങ്കിൽ 90 മിനിറ്റിൽ എത്ര ആംഗിൾ ഉണ്ടാക്കും? 90 ഇൻറ്റു അര, 90ന്റെ പകുതി, അതായത് 45 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ഏതാണോ നിങ്ങളുടെ മനസ്സിൽ രണ്ടും ഓർക്കാൻ പറ്റുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. മണിക്കൂറാ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ 30 എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഇനി മിനിറ്റ് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ക്ലിയർ? ഇനി 3 മണിക്കൂർ 15 മിനിറ്റ്, 3 അവറും പ്ലസ് 15 മിനിറ്റുമാണ്. പ്രാക്ടീസ് ആയല്ലോ. ഒന്ന് നോക്കാം. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 30 അല്ലേ. 15 മിനിറ്റ്, 15 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ 15, 1 മിനിറ്റിൽ അര, 15 അര അല്ലേ. അതായത് എത്രയായി? 90 പ്ലസ് 7.5, 97.5, 97.5 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ 97.5 എഴുതി വേണം. 97.5 ഡിഗ്രി എന്നാണ്. ക്ലിയർ? ഇനി ഇത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കാം. 3 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് മക്കളെ? 1 മണിക്കൂർ 60 മിനിറ്റ്. 3 മണിക്കൂർ 3 ഗുണം 60, 3 ഗുണം 60 എത്രയാ? 3 ഗുണം 60ഉം പിന്നെ 15 മിനിറ്റും. അപ്പൊ ആകെ 195 മിനിറ്റ്. 1 മിനിറ്റിൽ അര ഡിഗ്രി, 1 മിനിറ്റിൽ അര ഡിഗ്രി. 195 മിനിറ്റിലോ 195ന്റെ പകുതി, 195ന്റെ പകുതി എങ്ങനെ കാണും? 200ന്റെ പകുതി 100 അല്ലേ. 200ന്റെ പകുതി 200ന്റെ അടുത്തല്ലേ 195. 200ന്റെ പകുതി 100. അതിലൊരു 5 കുറവുണ്ട്. 5ന്റെ പകുതി 2.5 മൈനസ് ചെയ്യാം. അതായത് എത്രയായി? 97.5. 100ന്ന് 2.5 മൈനസ് ചെയ്താൽ 97.5 ഡിഗ്രി. ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 3 മണിക്കൂർ എന്ന് പറയുന്നത് 3 ഗുണം 60, 180ഉം പിന്നെ 15 മിനിറ്റും ഉണ്ട്. അപ്പൊ 195 മിനിറ്റ്. 195 മിനിറ്റ് ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 195 മിനിറ്റ്, 195 മിനിറ്റ്, 1 മിനിറ്റിൽ അര ഡിഗ്രി. 195 മിനിറ്റിൽ 195ന്റെ പകുതി, 195ന്റെ പകുതി, 190ന്റെ പകുതി അങ്ങനെ കണ്ടാലും മതി. 190ന്റെ പകുതി 95, 5ന്റെ പകുതി 2.5 അല്ലേ. അതായത് 95ഉം 2.5 97. ഞാൻ ചെയ്തത് എങ്ങനെയായിരുന്നു? 200ന്റെ പകുതി എടുത്തു. 195, 200 എടുത്താൽ അതിന്റെ പകുതി കാണാൻ എളുപ്പമാണല്ലോ. 200ന്റെ പകുതി 100 എടുത്തു. അത്ര വേണ്ട, 100 വേണ്ട. കാരണം 195 5 ഇവിടെ കുറവുണ്ട്. അതുകൊണ്ട് 5ന്റെ പകുതി 2.5. ആ 100 കുറച്ചു, അങ്ങനെ 97 കിട്ടി. ഏത് രീതിയിലും നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കി കണ്ടുപിടിക്കുക. ഏറ്റവും സ്പീഡ് വേണം, സ്പീഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഏറ്റവും പ്രാക്ടീസ് ചെയ്ത് ഇത് സ്പീഡാക്കുക. ഏത് മെത്തേഡാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ളത് അത് നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓർക്കുക, ആദ്യം പറഞ്ഞത്
നമ്മൾ ഒരു ക്ലോക്കിനെ 12 തുല്യ ഭാഗങ്ങളായി തിരിക്കാമെന്നും ആ ഒരു കേന്ദ്രത്തിന് ചുറ്റും ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രിയാണ് ഉള്ളത്. അതുകൊണ്ട് ക്ലോക്കിന്റെ 12 ഭാഗങ്ങൾക്കും കൂടിയാണ് 360 ഡിഗ്രി. അതുകൊണ്ട് ഒരു ഭാഗത്തിന് ഒരു ഡിവിഷനെ 30 ഡിഗ്രി വീതം ആയിരിക്കും. ഒരു ഡിവിഷനെ 12 നിന്ന് 1 എത്തുമ്പോൾ അല്ലെങ്കിൽ 1 നിന്ന് 2 എത്തുമ്പോൾ അങ്ങനെയുള്ള ഓരോ ഡിവിഷനും 30 ഡിഗ്രി വീതം ആയിരിക്കും. ഫസ്റ്റ് കോൺസെപ്റ്റ് മറക്കണ്ട. രണ്ടാമത്തെ കോൺസെപ്റ്റ് മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന കോണളവാണ്. ഒരു റൗണ്ട് ചുറ്റാൻ മിനിറ്റ് ഹാൻഡിന് എത്ര മിനിറ്റ് വേണം? 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് കൊണ്ട് 360. അതുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ഉണ്ടാക്കും. മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന കോൺ ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി. മനസ്സിലായില്ലേ? രണ്ടാമത് അടുത്ത പോയിന്റ് പറഞ്ഞത് മണിക്കൂർ സൂചിയും അവർ ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിളിനെ കുറിച്ചാണ്. മണിക്കൂർ സൂചിക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 12 മണിക്കൂർ കൊണ്ടാണ് 360 ഡിഗ്രി ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു ഡിവിഷന്റെ 30 ഡിഗ്രിയാണ്. ഒരു 12 നിന്ന് 1 എത്തുകയാണ് ഒരു മണിക്കൂർ കൊണ്ട്, അല്ലേ? അതുകൊണ്ട് 30 ഡിഗ്രിയാണ് ഉണ്ടാക്കുക. ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രിയാണ് ഉണ്ടാക്കുക. ക്ലിയർ? ഒരു മണിക്കൂർ കൊണ്ട് 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി. അതുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി, ഹാഫ് ഡിഗ്രി. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. നോക്കൂ, നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മണിക്കൂർ 24 മിനിറ്റ്. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് സമയം. മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണോ നമുക്ക് പറഞ്ഞിട്ടില്ല, അവർ തന്നിട്ടില്ല. ആ കോണളവ് മിനിറ്റ് സൂചി എത്ര സമയം കൊണ്ട് ഉണ്ടാക്കും എന്നാണ് ചോദ്യം. 2 മണിക്കൂർ 24 മിനിറ്റിൽ മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവുണ്ടല്ലോ, എത്രയോ അത്. ആ കോണളവ് മിനിറ്റ് സൂചി എത്ര സമയം കൊണ്ട് ഉണ്ടാക്കും എന്നാണ് ചോദ്യം. മണിക്കൂർ സൂചിയാണെങ്കിൽ അവർ ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തു നോക്കുക. 1 അവർ കൊണ്ട് എത്ര ഡിഗ്രി? മറക്കരുത്, 30 ഡിഗ്രി അല്ലേ? 1 മിനിറ്റ് കൊണ്ട് മറക്കല്ലേ, 1 മിനിറ്റ് കൊണ്ട് ഹാഫ് ഡിഗ്രി. ഈ 2 കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഹാൻഡ് ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഹാഫ് ഡിഗ്രി. മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ എത്ര? 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി. ക്ലിയർ? ഇനി ഇവിടേക്ക് വരൂ. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്, അല്ലെ? ആ ആംഗിൾ എത്രയാണ് എന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ മേഡ് ബൈ അവർ ഹാൻഡ്. അവർ ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? അവർ ഹാൻഡ് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന ആംഗിൾ. മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന ആംഗിൾ കാണാൻ 2 അവർ 2 × 30 2 × 30 പ്ലസ് 24 മിനിറ്റിൽ 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ്. 24 മിനിറ്റിൽ 24 × 1/2 അല്ലെങ്കിൽ 24ന്റെ പകുതി. അത് എത്രയാണ്? 60 പ്ലസ് 12 എത്ര? 72 ഡിഗ്രി കോണളവാണ് ഉണ്ടാക്കുക. 72 ഡിഗ്രി. 2 മണിക്കൂർ 24 മിനിറ്റ് കൊണ്ട് നമ്മുടെ മണിക്കൂർ സൂചി ഉണ്ടാക്കുന്നത് 72 ഡിഗ്രിയാണ്. ക്ലിയർ? എങ്കിൽ മണിക്കൂർ മിനിറ്റ് സൂചി നമുക്ക് മിനിറ്റ് സൂചിയുടെ കാര്യം നോക്കാം. മിനിറ്റ് ഹാൻഡിന്റെ കാര്യമാണ്. ഈ 72 ഡിഗ്രി ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രിയാണ്. 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രിയാണ്. എങ്കിൽ 72 ഡിഗ്രി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഇവിടെ 72 ഡിഗ്രി, ഇവിടെ എത്ര സമയം എന്നാണ് ചോദ്യം, അല്ലേ? നമുക്ക് ക്രോസ് ആയിട്ട് ഗുണിക്കാം. രണ്ടും ഉള്ളത് 1 × 72 ഡിവൈഡഡ് ബൈ 6, അല്ലേ? അപ്പൊ നമുക്ക് ആവശ്യം 72 1 × 72 ഡിവൈഡഡ് ബൈ 6. ഇത്ര ടൈം എടുക്കും. ഇത്ര ടൈമാണ് 72/6 12 മിനിറ്റ്. ഓക്കെ, 12 മിനിറ്റ് എടുക്കും. മിനിറ്റ് ഹാൻഡ് 12 മിനിറ്റ് കൊണ്ട് ഇത്ര ദൂരം ഇത്ര ആംഗിൾ കവർ ചെയ്യും. നമ്മുടെ മണിക്കൂർ ആണെങ്കിലോ മണിക്കൂർ സൂചി ആണെങ്കിലോ 2 മണിക്കൂർ 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്ന ആ ആംഗിൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മുയലായ മിനിറ്റ് സൂചി 12 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്നത്. ക്ലിയർ? ആ ദൂരം 2 മണിക്കൂർ 24 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന
ആമയായ മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന ഏങ്കിൾ ഉണ്ടല്ലോ, ആ ഏങ്കിളാണ് നമ്മുടെ മുയലായ മിനിറ്റ് സൂചി 12 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന ഏങ്കിള്, മിനിറ്റ് സൂചി ഉണ്ടാക്കുന്ന ഏങ്കിൾ. മിനിറ്റ് സൂചി എത്ര സമയം കൊണ്ട് എന്ന് തിരിച്ചും ചോദിക്കാം. തിരിച്ചാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ ഐഡിയ ഉപയോഗിക്കാം. അപ്പൊ മണിക്കൂർ സൂചി ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, 2 മണിക്കൂർ 24 മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന ഏങ്കിൾ മിനിറ്റ് സൂചി എത്ര സമയം കൊണ്ടുണ്ടാക്കും എന്നാണ് ചോദ്യം. ചോദ്യത്തെ മനസ്സിലേക്ക് എടുക്കുക. 2 മണിക്കൂർ 24 മിനിറ്റ്, ആ സമയത്തിൽ മണിക്കൂർ സൂചി ഒരു ഏങ്കിൾ ഉണ്ടാക്കും അല്ലേ? ആ ഏങ്കിൾ മിനിറ്റ് ഹാൻഡ് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കും എന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ആ ഏങ്കിൾ എത്രയാണെന്ന് നോക്കാം. ആ ഏങ്കിൾ കാണുന്നതിന് 2 മണിക്കൂർ 24 മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് 30 മിനിറ്റ് 30 ഡിഗ്രി, 2 മണിക്കൂർ കൊണ്ട് 2 × 30 ഡിഗ്രി, 24 മിനിറ്റ് കൊണ്ട് 24ന്റെ പകുതി ഡിഗ്രി, അതായത് മൊത്തം 72 ഡിഗ്രി ഉണ്ടാക്കും. മണിക്കൂർ സൂചി 72 ഡിഗ്രിയാണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മുടെ മിനിറ്റ് സൂചിക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ 6 ഡിഗ്രി ഉണ്ടാക്കും. എങ്കിൽ 72 ഡിഗ്രി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. മിനിറ്റ് സൂചിക്ക് 72 ഡിഗ്രി ഉണ്ടാക്കുന്നതിന് 72 / 6, അതായത് 12 മിനിറ്റ് എടുക്കും. നീ ക്രോസ് ആയിട്ട് കുറിച്ചാലും മതി. 1 × 72 6 ഇവിടെ ഇല്ല, അതുകൊണ്ട് 1 × 72 / 6 12 മിനിറ്റ് എടുക്കും. ക്ലിയർ ആയില്ലേ? 3 അവർ കൊണ്ടോ 3 അവർ കൊണ്ട് 3 × 30 ഡിഗ്രി ഉണ്ടാക്കും. ക്ലിയർ? അതായത് 90 ഡിഗ്രി ഉണ്ടാക്കും. മനസ്സിലായില്ലേ? എങ്കിൽ മിനിറ്റ് സൂചി 90 ഡിഗ്രി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും എന്നാണ്. 6 ഡിഗ്രി ഉണ്ടാക്കാൻ 1 മിനിറ്റ് ആണ്. 6 ഡിഗ്രി ഉണ്ടാക്കാൻ 1 മിനിറ്റ് ആണ്. മിനിറ്റ് സൂചി എടുക്കുക അല്ലേ? ഇത് മിനിറ്റ് സൂചി 6 ഡിഗ്രി ഉണ്ടാക്കാൻ 1 മിനിറ്റ് ആണ് എടുക്കുക. എങ്കിൽ 90 ഡിഗ്രി ഉണ്ടാക്കാനോ 90 ഡിഗ്രി ഉണ്ടാക്കാൻ എന്ത് എടുക്കും? 90 / 6 അല്ലേ? അതായത് 1 × 9 / 6, 90/6, അതായത് എത്രയാണ്? 90/6 എത്രയാണ്? 15 മിനിറ്റ്. 15 മിനിറ്റ് ആണ് എടുക്കുക. ക്ലിയർ? മിനിറ്റ് സൂചി 15 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുക. മണിക്കൂർ സൂചി എത്ര മിനിറ്റ് കൊണ്ട്? 3 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് മിനിറ്റ് സൂചി വേഗം ഉണ്ടാക്കും. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ആ കോണളവ് ഉണ്ടാകും. ഇതിനെ എളുപ്പമാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. നോക്കൂ, 90ക്ക് പകരം 3 × 30 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് 36 5 ടൈംസ്, അതായത് 3 × 5. ഈ 3 എന്ന് പറയുന്നത് എത്ര മണിക്കൂർ എന്നുള്ളതാണ്. 3 പിന്നെ 30/6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 30 എത്ര മണിക്കൂറുണ്ടോ അതിനെ 30/6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കൃത്യം മണിക്കൂറായിട്ടാണ്, മിനിറ്റ് ഇല്ലാതെ മണിക്കൂറായിട്ടാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട്? 30/6, അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞത് 3 മണിക്കൂർ എന്നാണ് തന്നതെങ്കിൽ 3 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കൃത്യം 3 മണിക്കൂർ, മിനിറ്റ് ഇല്ല. അപ്പൊ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇത് അവർ ഹാൻഡ് ആണ്. മിനിറ്റ് ഹാൻഡ് ഇതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 ഈ മണിക്കൂറിനെ 5 കൊണ്ട്, അതായത് 5 എങ്ങനെ വന്നു? നമുക്കറിയാം 30/6 കൊണ്ടാണ് അല്ലേ ഗുണിക്കേണ്ടത്. അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുക എന്ന്. മണിക്കൂർ സൂചി 3 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് മിനിറ്റ് സൂചി 15 മിനിറ്റ് കൊണ്ടുണ്ടാക്കും. കമ്പയർ ചെയ്യുകയാണെങ്കിൽ മണിക്കൂർ സൂചി 2 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് മിനിറ്റ് സൂചി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? 2 × 5, അതായത് 10 മിനിറ്റ് കൊണ്ടുണ്ടാക്കും. മണിക്കൂർ സൂചി 5 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് മിനിറ്റ് സൂചി 5 ഈ മണിക്കൂർ 5 × 5, അതായത് 25 മിനിറ്റ് കൊണ്ടുണ്ടാക്കും. മനസ്സിലായില്ലേ? കമ്പയർ ചെയ്ത് പഠിക്കാം. മണിക്കൂർ കൃത്യമായിട്ട് തരികയാണെങ്കിൽ അത്രേ കോണളവ് ഉണ്ടാക്കാൻ മിനിറ്റ് ഹാൻഡ് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഇതിന്റെ എങ്ങനെയാണ് ഈ 5 വന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ 30/6 ആണ്. ആ 30/6 ഒരു ഡിവിഷൻ 30 ഡിഗ്രി അല്ലേ? 5 മിനിറ്റ് കൊണ്ടല്ലേ ഒരു ഡിവിഷൻ പാസ് ചെയ്യുക. 30/6 എടുത്തു കഴിഞ്ഞാൽ അതായത് 5 ആണ് കിട്ടുക.
അല്ലേ? ആ 5 ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 3 × 5 15. 10 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നത് 10 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ് മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കാൻ 10 × 5 50 മിനിറ്റ് എടുക്കും. 50 മിനിറ്റ് എടുക്കും. ക്ലിയർ? മനസ്സിലായില്ലേ? ഐഡിയ നമുക്ക് ഒരു സൂത്രമായിട്ട് നമുക്ക് കണക്കാക്കാം പെട്ടെന്ന്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന കോണളവ് 3 × 30 അല്ലേ? 6 ഡിഗ്രി ഒരു മിനിറ്റിൽ ഉണ്ടാക്കും. അതുകൊണ്ട് എത്ര സമയം വേണം? 3 × 30/6. ആ 3 × 30/6 എന്നുള്ള സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന 30/6 എന്ന ആ സംഖ്യയാണ് 5ആയിട്ട് നമ്മൾ എഴുതിയത്. ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കുക, 12 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നത് 12 × 5 60 മിനിറ്റ് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കും. 8 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ് മിനിറ്റ് ഹാൻഡിന് എത്ര സമയം വേണം? 8 × 5 40 മിനിറ്റ് മതി അല്ലേ? അത് കൃത്യമായി മനസ്സിലാക്കുക. മിനിറ്റും തന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. മണിക്കൂറും മിനിറ്റും തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇത് മണിക്കൂർ മാത്രമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ പറഞ്ഞ 2 കൺസെപ്റ്റുകൾ ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. മണിക്കൂർ സൂചി അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഉണ്ടാക്കുന്ന ആംഗിളിനെ കുറിച്ചാണ്. അവർ ഹാൻഡ് 1 അവർ കൊണ്ട് 30 ഡിഗ്രി ഉണ്ടാക്കും. മിനിറ്റ് സൂചി 1 അവർ കൊണ്ട് 360 ഡിഗ്രി ഉണ്ടാക്കും. അതായത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കും. മിനിറ്റ് സൂചി 1 അവർ കൊണ്ട് ഒരു റൗണ്ട് 12ൽ നിന്ന് 12ലേക്ക് തിരിച്ചെത്തും. അതായത് 360 ഡിഗ്രി ഉണ്ടാക്കും. 1 അവർ കൊണ്ട്, അതായത് മിനിറ്റ് സൂചി 1 അവർ 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി ഉണ്ടാക്കും. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ മിനിറ്റ് സൂചി 1 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി ഉണ്ടാക്കും. അടുത്തത് മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രിയാണ് ഉണ്ടാക്കുക. 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി മാത്രമേ ഉണ്ടാക്കുള്ളൂ. മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ഉണ്ടാക്കും. ഒന്നുകൂടി പറയാം. മണിക്കൂർ സൂചി 1 മണിക്കൂർ 30 ഡിഗ്രി, മിനിറ്റ് സൂചി 1 മണിക്കൂർ 360 ഡിഗ്രി. ഇവിടെ മണിക്കൂർ സൂചി 1 മിനിറ്റ് ഹാഫ് ഡിഗ്രി, ഇവിടെ മിനിറ്റ് സൂചി 1 മിനിറ്റ് 6 ഡിഗ്രി. ആമയും മൊയിലിനെ ഓർത്താൽ മതി. മണിക്കൂർ സൂചി ആമയാണ് എന്ന കൺസെപ്റ്റ് ഉണ്ടാക്കുക. മിനിറ്റ് സൂചി മുയലാണ് എന്നും, സ്പീഡ് കൂടുതൽ മുയലിനാണ്. അതുകൊണ്ട് ആംഗിൾ കൂടുതൽ ഉണ്ടാക്കുക എപ്പോഴും മിനിറ്റാണ് ആംഗിൾ കൂടുതൽ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോൾ ഇത് നന്നായി മനസ്സിലോർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ്, ക്ലോക്ക് 12 ഡിവിഷനായി ഈക്വൽ പാർട്സ് ആക്കി തിരിക്കാമെന്നും ഓരോ പാർട്ടിനും 30 ഡിഗ്രി വീതം ആണ് എന്നുള്ളതാണ്. ഒരു സെൻറ്ററിൻ്റെ ചുറ്റും 360 ഡിഗ്രിയാണ്. അത് 9th ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സെൻറ്ററിന് ചുറ്റും 360 ഡിഗ്രിയാണ് ആംഗിൾ ഉണ്ടാവുക. ആ ആംഗിളിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ഡിവിഷനും കൊടുക്കുകയാണെങ്കിൽ 30 ഡിഗ്രി എന്നുള്ള ഡിഗ്രി, ഓരോ ഡിവിഷനും 30 ഡിഗ്രി വീതം ഉണ്ടായിരിക്കും. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് കോണളവ് എന്നുള്ളത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. വിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിക്കാറുള്ള കൺസെപ്റ്റാണ് ഈ ആംഗിൾ എന്നുള്ളത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്കടിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.